ഷേഖ് ഹസീനെ പുറത്താക്കിയതോടുകൂടി ബംഗ്ലാദേശിലെ പ്രശ്നങ്ങൾക്കെല്ലാം ശാശ്വത പരിഹാരമായെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോഴും അത് തീരുന്നില്ലെന്ന് കരുതുന്നു. അതായത് ബംഗ്ലാദേശ് ഇപ്പം വിസയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഹൈക്കമ്മീഷനെ കോൺടാക്ട് ചെയ്തു, ബന്ധപ്പെടുന്നു എന്നൊക്കെ പറയുന്നു. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അല്ല, വിസയ്ക്ക് അവർ പല കാര്യങ്ങൾക്കും ബന്ധപ്പെടാറുണ്ട്. വലിയ ക്യൂ ഒക്കെ കാണാറുണ്ട് ബംഗ്ലാദേശിൽ. ധാക്കയിലും വേറെ 4 കോൺസുലേറ്റുകളുണ്ട് ബംഗ്ലാദേശിൽ. ഒരു സ്ഥലം മാത്രമല്ല, 5 സ്ഥലങ്ങളുണ്ട്. അവർക്ക് ഇവിടെ ചികിത്സയ്ക്ക് വരണം. ഇന്ത്യയിൽ നല്ല മെഡിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ ഇവിടെയാണ്. പിന്നെ ബംഗ്ലാദേശികൾക്ക് പഠിക്കാനായിട്ട് ഇവിടെ വരണം ഇന്ത്യയിൽ, വിദ്യാർത്ഥികൾ. പിന്നെ ഡബിൾ എൻട്രി വിസ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അത് നമ്മൾ ഇന്ത്യക്കാർക്ക് പൊതുവെ ഇവിടെയൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് പിടികിട്ടുന്നതല്ല. എന്താണെന്ന് വെച്ചാൽ ബംഗ്ലാദേശിലെ എല്ലാ രാജ്യത്തിൻ്റെയും ഈ സ്ഥാനപതി കാര്യാലയങ്ങളില്ല. എല്ലാ രാജ്യത്തിനും അവിടെ അംബാസഡർമാരില്ല, ഹൈക്കമ്മീഷൻ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ ബംഗ്ലാദേശികൾക്ക് അത്തരം രാജ്യങ്ങളിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ വന്നിട്ട് വേണം എംബസി, അവരുടെ ആ എംബസി പോയിട്ട് വിസ എടുക്കാൻ വേറെ സ്ഥലങ്ങളിലേക്ക് പോകും. അപ്പോൾ ആദ്യം ഇന്ത്യയിലേക്ക് എത്തണം, വേറെ രാജ്യത്തേക്ക്, പിന്നെ വേണം മറ്റൊരു രാജ്യത്തേക്ക്. അതാണ് ഡബിൾ എൻട്രി വിസ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ അവിടെ ബംഗ്ലാദേശികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങൾക്കും ഇന്ത്യ കൊണ്ട് പ്രയോജനമുണ്ട്. അതൊക്കെ തട്ടിത്തകർക്കുന്ന വിധത്തിലാണ് ഈ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ. ഇപ്പം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ വിസയ്ക്ക് അപേക്ഷിച്ചിട്ടുള്ള 20,000 പേര്, ആ 20,000 പേരുടെയും പാസ്പോർട്ട് ഇപ്പം മടക്കി കൊടുത്തു ഇന്ത്യൻ ഹൈക്കമ്മീഷൻ. അവർക്ക് വിസ ഇല്ല. ഓ ശരി, അനുഭവിക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ 20,000 പേരുടെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഞങ്ങൾക്ക് ഉടനെ വിസ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇമെയിലിൽ ഭീഷണി, ഫോണിൽ ഭീഷണി, ഹൈക്കമ്മീഷൻ്റെ മുമ്പിൽ പ്രതിഷേധം, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ബംഗ്ലാദേശികൾ. വെറുതെ അങ്ങ് സമ്മർദ്ദത്തിലാക്കാന്നുള്ള പ്രതീക്ഷ, വെറുതെ ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങളാണ് ഭരിക്കുന്നത് കണ്ടോ എന്നുള്ള മട്ടിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബംഗ്ലാദേശ് പൗരന്മാർക്ക് വിസ ഒരുമാതിരി കൊടുക്കുന്നത് മുഴുവൻ നിർത്തി ബംഗ്ലാദേശ് പൗരന്മാർക്ക്. പക്ഷേ അടിയന്തര വിസകൾ, ഒരു മനുഷ്യാവകാശ പ്രശ്നം ഉണ്ടാകണ്ട എന്ന് വെച്ചിട്ട് അടിയന്തര വിസകൾ, മെഡിക്കൽ വിസ, ഒരാൾക്ക് ചികിത്സ അത്യാവശ്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കും. പിന്നെ വിദ്യാർത്ഥികളുടെ വിസ കൊടുക്കും. ഒരു അടിയന്തരമാണെന്നുണ്ടെങ്കിൽ ഡബിൾ എൻട്രി, അങ്ങനെ ഈ 20,000 ഒക്കെ പാസ്പോർട്ട് തിരിച്ചു കൊടുത്തെങ്കിലും ഒരു 100-200 അടിയന്തര വിസ അതൊക്കെ അനുവദിച്ചിട്ടുണ്ട്. അത് അത്രേ വരുള്ളൂ. ഇപ്പോൾ ഹസീന വീണ സമയത്ത് നമ്മൾ ഇന്ത്യ വിസ സെൻറ്ററുകൾ അവിടെ പൂട്ടിയിരുന്നു. അപ്പോൾ അങ്ങനെ പൂട്ടിക്കഴിഞ്ഞപ്പോൾ ഈ പാസ്പോർട്ട് കമ്മീഷനിൽ സൂക്ഷിച്ചു അപേക്ഷിച്ചവരുടെയൊക്കെ. അതായത് ഹസീന വീണപ്പോൾ ഈ ആക്രമണം ഉണ്ടായിരുന്നല്ലോ ഹിന്ദുക്കൾക്ക് നേരെ, ക്ഷേത്രങ്ങൾക്ക് നേരെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് ആ വിസ സെൻറ്ററുകൾ അത്തരം സ്ഥലങ്ങളിലുള്ളതൊക്കെ പൂട്ടിയിരുന്നു, 4 എണ്ണം. പക്ഷേ ആ അപേക്ഷിച്ചവരുടെ പാസ്പോർട്ട് ഹൈക്കമ്മീഷനിൽ ഉണ്ടായിരുന്നല്ലോ, അതാണിപ്പോൾ തിരിച്ചു കൊടുത്തത്. ആർക്കും വിസ കൊടുത്തില്ല, പാസ്പോർട്ട് തിരിച്ചു കൊടുത്തു. ഇവർ ഓഫീസിലൊക്കെ കയറി വന്നിട്ട് ഈ ബംഗ്ലാദേശികൾ, ഈ അപേക്ഷിച്ചവരും അല്ലാത്തവരും ഒക്കെ സ്റ്റാഫിനെ കൂവുന്നൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾക്കിത് വേണമെന്ന് പറഞ്ഞിട്ട്. അവിടെ ധാക്കയിലെ ഹൈക്കമ്മീഷൻ്റെ പ്രധാന ഓഫീസ് അല്ലാതെ 4 കോൺസുലേറ്റുകൾ കൂടി ഉണ്ട്. അവിടെയുമൊക്കെ ഈ അപേക്ഷ സ്വീകരിക്കുമായിരുന്നു വിസയുടെ. ഏറ്റവും കൂടുതൽ വിസയ്ക്ക് ഇന്ത്യയിൽ അപേക്ഷിക്കുന്നവർ ബംഗ്ലാദേശികളാണ്, ഏറ്റവും കൂടുതൽ. കാരണം അവർക്ക് ഇന്ത്യയിൽ വന്നിട്ട് തൊട്ടടുത്താണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. 16 ലക്ഷം ബംഗ്ലാദേശികൾക്ക് 2023 വിസ കൊടുത്തിരുന്നു. അതിൽ 4.5 ലക്ഷം മെഡിക്കൽ വിസകളായിരുന്നു, ചികിത്സക്കുള്ള. ഈ വർഷം ഓഗസ്റ്റ് വരെ 8 ലക്ഷം വിസ കൊടുത്തിട്ടുണ്ട്. അതിൽ 2 ലക്ഷം മെഡിക്കൽ വിസ ചികിത്സക്കുള്ളതായിരുന്നു. 15 വിഭാഗം വിസകൾ, 15 തരം വിസകളുണ്ട്. അതിൽ അടിയന്തരമായിട്ടുള്ള 100-200 നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ളൂ. ഓഗസ്റ്റ് 5 മുതൽ
വിസ ഈ ഒരു വിസയും കൊടുത്തിട്ടില്ല. സ്റ്റാഫുകളുടെ ക്ഷാമമുണ്ട്, കാരണം അവിടെ നിന്ന് പേടിച്ചിട്ട് പലായനം ചെയ്തു പോയി ചില ആളുകളൊക്കെ. പിന്നെ രാഷ്ട്രീയ സാഹചര്യം, ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത് വിസ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ. ഈ ഇന്ത്യയിൽ വന്നിട്ട് മറ്റ് രാജ്യങ്ങൾക്ക് പോകുന്നതാണ് ഡബിൾ എൻട്രി എന്ന് നമ്മൾ പറഞ്ഞു. പല രാജ്യങ്ങളുടെ സ്ഥാനപതി കാര്യാലയങ്ങളില്ല. യൂറോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഡബിൾ എൻട്രി വിസയിൽ പലരും ഇന്ത്യയിലേക്ക് വരുന്നത്. അത് വരുന്നത് ബിസിനസ്സുകാരാണ് മിക്കവാറും. ഇപ്പോൾ ദുർഗാപൂജയ്ക്ക് പശ്ചിമ ബംഗാളിൽ ദുർഗാപൂജയുടെ സമയത്ത് വരുന്ന ബംഗ്ലാദേശികളൊക്കെ ഉണ്ട് സാധാരണ. കാരണം ധാരാളം കച്ചവടം, എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് കച്ചവടമൊക്കെ ചെയ്യാം. പക്ഷേ അതും അവർക്കും വിസ കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പശ്ചിമ ബംഗാളിലെ വിപണി ക്ഷീണമാവും. ഇങ്ങനെ ബംഗ്ലാദേശിൽ നിന്ന് കച്ചവടക്കാർ വരാത്തതെന്ന് പറഞ്ഞിട്ടൊരു പ്രചാരണം ഈ മമതയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ അടിയന്തരമായി വിസ കൊടുക്കുന്നതിൻ്റെ അകത്തും ചിലപ്പോൾ ആലോചന വേണ്ടി വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കാലത്ത് ടൈഗർ റോബി എന്ന് പറഞ്ഞ ആൾ ചികിത്സ വിസ എന്ന് പറഞ്ഞാൽ അടിയന്തരമായി, അപ്പോൾ അയാൾ ശരിയാണ്, അയാൾ ചികിത്സയ്ക്ക് വരുന്നതാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇയാളെ കണ്ടത് ആശുപത്രികളിലല്ല, കാൺപൂരിൽ ഗ്രീൻ പാർക്ക് സ്റ്റേഡിയത്തിലാണ്. അയാൾ അവിടെ നിന്ന് തിരിച്ചു വിട്ടു, ഡിപ്പോർട്ട് ചെയ്തു. കബളിപ്പിച്ചത് മനസ്സിലായി, കബളിപ്പിച്ചത് മനസ്സിലായപ്പോൾ നമ്മൾ തിരിച്ചങ്ങോട്ട് വിട്ടു. അപ്പോൾ അതുകൊണ്ട് ഈ അയൽക്കാർ തമ്മിൽ സ്നേഹത്തിലിരിക്കുകയാണ് എപ്പോഴും നല്ലത്. ഈ പണ്ട് വാജ്പേയി പറഞ്ഞിട്ടുണ്ടേ, നമുക്ക് ഈ സുഹൃത്തുക്കൾ നമ്മുടെ ശത്രുക്കളാവുക, നമ്മളെ വഞ്ചിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സുഹൃത്തിന് വേണ്ടെന്ന് വെക്കാം, പക്ഷേ അയൽക്കാരെ നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇപ്പം ബംഗ്ലാദേശ്, മ്യാൻമാർ, പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ അങ്ങനെ തന്നെ നിൽക്കുമല്ലോ, ഇത് മാറ്റാൻ പറ്റില്ലല്ലോ. എക്കാലത്ത് നമ്മുടെ അയൽക്കാരല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ബംഗ്ലാദേശിലെ സംഭവങ്ങൾ. പക്ഷേ ബംഗ്ലാദേശ് ഇപ്പം ചോദിച്ചു മേടിച്ചല്ലേ, നമ്മളവരെ കുറ്റം പറയാൻ പറ്റില്ല. അവരെല്ലാം തികഞ്ഞു, അല്ല ഞങ്ങൾക്കിനി ആരുടെയും വേണ്ട, ഈ പ്രത്യേകിച്ച് ഇന്ത്യയെ അപമാനിക്കുക തന്നെയല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ദുർഗാപൂജയ്ക്ക് ഹിൽസ പറഞ്ഞ് നിന്നിരുന്നു, പിന്നെ അവസാനം തരേണ്ടി വന്നു. ആദ്യം വെറുതെ ഈ ഹുങ്ക് പറയുന്നതാണ്, അവസാനം കാല് പിടിക്കേണ്ട ഒരു ഗതികേടിലേക്ക് ചെല്ലുന്നു. ഇല്ലാതെ ഒന്നും അവർക്ക് ജീവിക്കാനൊന്നും പറ്റില്ല. എത്ര കാലം മുന്നോട്ട് പോകുന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം അല്ലേ. സാർ, അപ്പോൾ എല്ലാ കാലത്തും ബംഗ്ലാദേശിന് ഇന്ത്യ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ചില തിരിച്ചടികൾ നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ വിസ കൊടുക്കാതെ പാസ്പോർട്ടൊക്കെ തിരിച്ചടി കൊടുക്കുന്നു, അതുപോലെ ചില തിരിച്ചടികൾ അവർക്ക് ആവശ്യമല്ല. അങ്ങനെ മാത്രമല്ലല്ലോ, നമുക്ക് രാജ്യാന്തര തലത്തിൽ ഇടപെടാൻ പറ്റും. നമ്മളിപ്പോൾ മൂന്നാമത്തെ വൻശക്തിയാണെന്ന് ഒരു സ്ഥാപനം പറഞ്ഞതൊക്കെ ഞാൻ വായിച്ചിരുന്നു. ലോവി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിരുന്നു അടുത്ത കാലത്ത്. കാരണം അമേരിക്ക, ചൈന കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് പല കാരണങ്ങൾ കൊണ്ടും. പണം മാത്രം വെച്ചിട്ടല്ലല്ലോ, ലോക സ്വാധീനം വെച്ചിട്ട് കൂടിയാണ് അത് നിർണ്ണയിക്കുന്നത്. അങ്ങനെ ഇന്ത്യ മൂന്നാമത്തെ വൻശക്തിയാണ് എന്ന് കഴിഞ്ഞ ദിവസം വാർത്ത വന്നിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ മറ്റേ മംഗള എന്ന് പറഞ്ഞിട്ട് തുറമുഖം ഒരെണ്ണം നമ്മൾ അടുത്ത കാലത്ത് ഷെയ്ഖ് ഹസീനയൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മളത് ഏറ്റെടുക്കുന്നതായിട്ട് കരാർ ഒപ്പുവെച്ചിരുന്നു. നമ്മൾ ഇപ്പോൾ അവർ ഷെയ്ഖ് ഹസീന ഉണ്ടായിരുന്നപ്പോൾ 2 രാജ്യങ്ങളിൽ പോയിട്ടാണല്ലോ കടം വാങ്ങുന്നത്. ഒന്ന് ഇന്ത്യ, 2 ചൈന. ഇന്ത്യയിൽ വന്നിട്ട് നമ്മൾ കടത്തിൻ്റെ കാര്യത്തിൽ ഒരു ഉടമ്പടി ഒപ്പുവെച്ചിരുന്നു. അത് കഴിഞ്ഞ് ഷെയ്ഖ് ഹസീന പുറത്താക്കുന്നതിനൊക്കെ ഏതാനും ദിവസം മുമ്പ് ചൈനയിലും പോയിരുന്നു. ചൈനയ്ക്ക് പക്ഷെ കാര്യങ്ങളെപ്പറ്റി ഒരു പിടിപാടുള്ളത് കൊണ്ട് വലിയ വായ്പ കൊടുത്തില്ല. സാധാരണ ഒരു കൊടുക്കുന്നത് പോലെ കൊടുത്തില്ല. കാരണം അവർ കൂടുതലും ശ്രദ്ധിക്കുന്നത് പാകിസ്ഥാനിലുമൊക്കെയാണ്. ഷെയ്ഖ് ഹസീന പൊതുവെ ഇന്ത്യയോട് അടുത്ത് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അങ്ങനെ കൊടുത്തില്ല. അപ്പോൾ വായ്പയുടെ കാര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, ഈ കച്ചവട കരാറുകൾ. ഇപ്പോൾ ഉള്ളി ധാരാളം കയറ്റുമതി അയക്കുന്ന, പിന്നെ ബംഗ്ലാദേശിൽ നിന്ന് ധാരാളം നമുക്ക് ഇങ്ങോട്ടുമൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ആ കയറ്റുമതിക്കെതിരെയൊക്കെ അവിടെ BNP ഷെയ്ഖ് ഹസീന ഉള്ളപ്പോൾ ഇന്ത്യക്ക് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രചാരണമൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ 2 അയൽ രാജ്യങ്ങൾ തമ്മിൽ എപ്പോഴും കച്ചവടം സമാധാനപരമായിട്ട് നടക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ അയൽ രാജ്യമാണെങ്കിലും
ചൈനയുമായിട്ട് നല്ല കച്ചവടം നമ്മൾ നടത്തുന്നുണ്ട്. അതെ. ഈ ഈ മതപരമായ സംഗതികൾ വെച്ചിട്ട് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് വാദിച്ചിട്ട് ഇങ്ങനെ ഇന്ത്യയുടെ സൗഹൃദം അനാവശ്യമായി നഷ്ടപ്പെടുത്തിയതാണ് അവർ. ഇപ്പോൾ അവർക്ക് രാഷ്ട്രപിതാവ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് അലി ജിന്നയാണ്, മുജിബുർ റഹ്മാനല്ല. മുജിബുർ റഹ്മാൻ്റെ പ്രതിമകളും തല്ലിപ്പൊട്ടിച്ചു. എന്നിട്ട് അവരിപ്പോൾ സെമിനാർ നടത്തി പാകിസ്ഥാൻ ജിന്ന ഉണ്ടാക്കിയത് കൊണ്ടാണല്ലോ നമുക്ക് ബംഗ്ലാദേശ് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. ഇവർ ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് അലി ജിന്ന ഷിയ ആയിരുന്നു. അദ്ദേഹം മതപരമായ ഒരു ആചാരങ്ങളും ജീവിതത്തിൽ നോക്കിയിരുന്നില്ല. പട്ടിയെ വളർത്തിയിരുന്നു, പൈപ്പ് വലിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം വിവാഹം ചെയ്തത് തന്നെ മുസ്ലിമിനെ അല്ല. അപ്പം അങ്ങനത്തെ ഒരാൾ ഈ ജമാഅത്തെ ഇസ്ലാമി പിടിച്ച് ഞങ്ങളുടെ രാഷ്ട്രപിതാവ് എന്ന് പറയുന്നതിൽ തന്നെ വൈരുദ്ധ്യമുണ്ട്. വേറെ ഭാഷയൊന്നും ഉപയോഗിച്ചില്ലെങ്കിലും വൈരുദ്ധ്യമുണ്ട്. ഇങ്ങനെയാണ് അവരുടെ പോക്ക്. നമ്മുടെ ഒരു ശത്രുവിനെ പിടിച്ചിട്ട് ഞങ്ങളുടെ രാഷ്ട്രപിതാവ് ഇതാണ് എന്ന് പറയുന്ന പരിപാടി. ഒന്നാമത് ആ കാലത്ത് തന്നെ പാകിസ്ഥാൻ വിഭജിക്കേണ്ടിയിരുന്നില്ല എന്ന് നമ്മൾ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചാൽ മനസ്സിലാവും. എന്താണെന്ന് വെച്ചാൽ ബോംബെയിൽ ഹാരി കോളിൻസും ഡൊമിനിക് ലാപ്പിയറും ബോംബെയിൽ അദ്ദേഹത്തിനെ ചികിത്സിക്കുന്ന ഡോക്ടർ ഒരു എക്സ്റേ എടുത്തിരുന്നു ജിന്നയുടെ. അപ്പോൾ എക്സ്റേ പഠിച്ചാൽ അറിയാമായിരുന്നു ജിന്ന 6 മാസമേ ജീവിക്കുകയുള്ളൂ എന്ന്. അങ്ങനെയാണെങ്കിൽ 6 മാസം കൂടി മൗണ്ട് ബാറ്റൻ കാത്താൽ മതിയായിരുന്നു, ഈ വിഭജനം നടക്കില്ലായിരുന്നു എന്ന് അതിൽ പറയുന്നുണ്ട്. ജിന്ന മരിച്ചു പോവുകയും ചെയ്തു. അവിടെ രാഷ്ട്രപിതാവൊക്കെ ആയെങ്കിലും അങ്ങനെ സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ എന്നിട്ടിപ്പോൾ രാഷ്ട്രപിതാവാക്കി വെക്കുന്നു, ഇന്ത്യ വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നു, ഹിന്ദുക്കളെ ആക്രമിക്കുന്നു, ക്ഷേത്രങ്ങളെ ആക്രമിക്കുന്നു. ദുർഗാപൂജയ്ക്ക് ഇപ്പം ധാരാളം നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. ഒരു ദിവസമേ ദുർഗാപൂജയ്ക്ക് അവധിയുള്ളൂ. പന്തലുകൾ ആക്രമിക്കുന്നുള്ള ഭീഷണിയുണ്ട്, സുരക്ഷാ ഭീഷണിയൊക്കെ ഉണ്ട്. പൈസ കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. 5 ലക്ഷം രൂപ ഈ